62ാമത് കേരള ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ സമാപിച്ചു. ഒക്ടോബർ 21 മുതൽ 23 വരെ നടന്ന ചാമ്പ്യൻഷിപ്പ് സുപ്രസിദ്ധ ഫയൽമാനും ഒളിമ്പ്യനുമായ സുശീൽ കുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. സംഘാടക സമിതി ചെയർമാനും റെസ്ലിംഗ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ഷാഹിന്റെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച സജ്ജീകരണങ്ങളാണ് ഇതിനായി കണ്ണൂരിൽ ഒരുക്കിയത്. പതിനാല് ജില്ലകളിൽ നിന്നുമായി 480 റെസ്ലിംഗ് താരങ്ങളും 50 ഒഫീഷ്യലുകളും പങ്കെടുത്ത ഉത്സവ അന്തരീക്ഷത്തിലാണ് 62ാമത് കേരള ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ നടന്നത്. പരസ്പരം മലർത്തിയടിച്ചും പിടിച്ചുനിന്നും ഗുസ്തിക്കാർ സമരവീര്യം മുഴുവൻ പുറത്തെടുത്തപ്പോൾ ഒരു നാട് ഒന്നാകെ മത്സരവേദിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. 35ാമത് ദേശീയ ഗെയിംസിൽ പങ്കെടുക്കാനുള്ള ഗുസ്തി ടീമിനെ കണ്ടെത്താനുള്ള സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനായിരുന്നു കണ്ണൂർ ആതിഥ്യമരുളിയത്. സമിതി ചെയർമാനും റെസ്ലിംഗ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ഷാഹിന്റെ നേതൃത്വത്തിൽ അതിവിപുലമായ പ്രവർത്തനങ്ങളാണ് സംഘാടക സമിതി കണ്ണൂരിൽ കാഴ്ചവെച്ചത്. Good evening. Program welcome Sri Muhammad Azahir, General Convener Organizing Committee. Presidential Address Sri P. Shahin, Chairman Organizing Committee. Lighting of lamps Sri K. Sutagaran, ex-Sports Minister Kerala. Inauguration Sri A.P. Abdullah Kuti MLA. Introduction of Chief Guest Sri K. Javaraj, President Indian Achievers Forum. Our Chief Guest Olympian Sushil Kumar, World Champion Wrestler. ഗുസ്തിയുടെ ഈറ്റില്ലമായ കണ്ണൂർ പഴയ കാലത്ത് ഗുസ്തി എന്നാൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ കണ്ണൂർ ഗുരുക്കന്മാരെയും ഗുസ്തിക്കാരെയും കൊണ്ട് എങ്കും തിങ്ങി നിറഞ്ഞ കണ്ണൂരിനെ പഴയകാല ഗുസ്തിയുടെ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് നമ്മുടെ വിശിഷ്ട അതിഥിയെ കണ്ണൂരിൽ നമ്മൾക്ക് ഇന്നിവിടെ എത്തിച്ചു തന്ന ശ്രീ KN ജയരാജേട്ടനോട് എൻ്റെ പേരിലും നമ്മുടെ സംഘാടകരുടെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒളിമ്പ്യൻ ശ്രീ സുശീൽ കുമാർ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ തയ്യാറാക്കിയ വേദിയിലേക്ക് എത്തിയപ്പോൾ നജഫ്ഗഡിന്റെ രാജാവിനെ സ്വീകരിക്കുവാൻ 10,000ങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്. ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ ഒളിമ്പ്യൻ പത്മശ്രീ സുശീൽ കുമാറിനെ ഞാൻ 2 വാക്ക് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. मैं सबसे पहले तो 2 ही चीज़ बोलूँगा और एक तो बोलूँगा जयराज जी के लिए और ये जो ऑर्गेनाइजर है शाहीन उसके लिए बोलूँगा कि आप लोगों ने एक छोटे से कन्नूर ज़िले में एक कुश्ती को जिंदा रखने का जो एक काम किया है, तो मैं अपने आप को बहुत गौरवान्वित महसूस कर रहा हूँ आप लोगों के बीच में आके कि आप बहुत अच्छा काम यहाँ कर रहे हैं. शाहीन और उसकी पूरी टीम को मैं बहुत बधाई दूंगा जो स्पोर्ट्स को आगे बढ़ाने का काम करते हैं. वो मैं हमेशा बोलता हूँ कि वो लोग मालिक का काम करते हैं, भगवान का काम वो करते हैं कि हमें सुविधाएं देते हैं, हमें खेलने का मौका देते हैं. तो शाहीन जी मैं आपको और आपकी पूरी टीम को बहुत मैं बधाई दूंगा कि बहुत अच्छा काम कन्नूर के लिए आप लोग कर रहे हैं. നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ഗ്രാമങ്ങളിൽ ഇന്ന് കാണുന്ന ഈ ഗോതയല്ല, അക്കാലത്തെ ഗോത മണ്ണ് കളച്ചിട്ട് അതിൽ ആയുർവേദത്തിൻ്റെ മുക്കൂട്ടിട്ട് എണ്ണയൊഴിച്ച് പാകപ്പെടുത്തിയ ആയുർവേദ ഗോതയിലാണ് അന്നത്തെ ഗുസ്തി മത്സരം. കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പ്രമുഖരായ ഫയൽമാന്മാരെ ഞാൻ ഓർമ്മിക്കുന്നു. നമ്മുടെയൊക്കെ കുട്ടിപ്രായത്തിൽ ഒരുപാട് ഗുസ്തി മത്സരത്തിന് ദൃക്സാക്ഷിത്വം വഹിച്ച നാടാണ് ഈ കണ്ണൂർ ജില്ല. താരങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും ഈ മത്സരത്തിന് എല്ലാ ഭാവുകളും നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു. सुशील कुमार जी के लिए मैं एक चीज़ बताना चाहता हूँ. पहली
1 साल केरला में जब मैं बिताया था, ऐसे ही स्टेज में मुझे भी बिल्कुल मलयालम नहीं आता था, तो आपके जैसा मैं भी सुन रहा था, तो आपके लिए सिर्फ मैं हिंदी में बात करना चाहता हूँ। सुशील कुमार जी से कल मिलना हुआ। एक्चुअली पहले से ही हम जब से बचपन से ओलंपिक देखना शुरू किया मैंने 96 में और उसके बाद 2000 में हमें हर एक ओलंपिक्स में एक मेडल मिलता था। तो एक मेडल मिलता था जो लिएंडर पेस जी ने और कर्णम मल्लेश्वरी जी ने, तो हमें लगता था ओलंपिक में भाग लेना ही बहुत बड़ी चीज़ है, इसलिए ओलंपियन को इतना തരാസ്തെ थे। ദില്ലി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഡ്രൈവറായിരുന്ന ശ്രീ ദിവാൻ സിംഗിൻ്റെയും ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന ശ്രീമതി കമല്യാദേവിയുടെയും മകനായി ദക്ഷിണ പശ്ചിമ ദില്ലിയിൽ നജഫ്ഗഡിനടുത്ത ബപ്രോള എന്ന ഗ്രാമത്തിൽ 1983 മെയ് മാസം 26 ജനനം. ഒരു കുടുംബ ബന്ധുവായിരുന്ന ശ്രീ സന്ദീപിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും ജീവിതത്തിൽ നിന്നും ഗുസ്തിയിലേക്കുള്ള പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ വഴി ഇതാണ് എന്ന് മനസ്സിലാക്കി 14-ാമത്തെ വയസ്സിൽ അഖാഡയിൽ ഗുസ്തി പരിശീലകനായി ജീവിതം ആരംഭിച്ചു. ശുഷ്കമായ സാമ്പത്തിക സ്ഥിതിയും വളരെയേറെ പരിമിതങ്ങളായ ജീവിത സാഹചര്യങ്ങളുമായി 2008 ഒളിമ്പിക്സ് ടീമിലെത്തിയപ്പോഴും വീട്ടുകാർ സ്വന്തം മകന് വേണ്ടി ടിന്നിലാക്കി പാലും നെയ്യും പച്ചക്കറികളും അയച്ചു കൊടുത്തുകൊണ്ട് ഗുസ്തിയോടും തങ്ങളുടെ പ്രിയ പുത്രനോടുമുള്ള കടമ നിറവേറ്റുകയുണ്ടായ കാര്യം പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും എന്ന് ഞാൻ കരുതുന്നു. ഒളിമ്പിക്സിലുമായി ഇരട്ട ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അതിനെ കൂടാതെ ഒട്ടനവധി അവാർഡുകളും പുരസ്കാരങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സ്റ്റേറ്റ് അസോസിയേഷൻ്റെ പേരിലും ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പതിറ്റാണ്ടുകളുടെ മെയ് വഴക്കമുള്ള കണ്ണൂരിന്റെ ഗുസ്തി പാരമ്പര്യം ഇവിടെ ആദരിക്കപ്പെടുകയായിരുന്നു. പണ്ടുകാലത്ത് മലബാറിന്റെ ആവേശമായിരുന്ന ഫയൽമാൻമാർ കണ്ണൂരിന്റെ സ്ഥിരം കാഴ്ചയായിരുന്നു. ഗുസ്തിയെക്കുറിച്ച് കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന കണ്ണൂരിന്റെ പുതിയ തലമുറ മത്സരങ്ങൾ നടന്ന രാജരത്നം നഗറിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഫ്രീ സ്റ്റൈൽ ഗ്രീക്കോ റോമൻ വിഭാഗങ്ങൾക്കായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ആരും വിട്ടുകൊടുക്കാതെ പൊരുതി നിന്ന ഹെവി വെയ്റ്റ് മത്സരങ്ങൾക്കും കാഴ്ചക്കാർ കൂടുതലായിരുന്നു. അറുപത്തിരണ്ടാമത് കേരള സ്റ്റേറ്റ് സീനിയർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം 35 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിൽ ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 35ാമത് നാഷണൽ ഗെയിംസിന്റെ റെസ്ലിംഗിന്റെ വേദി കണ്ണൂരാണ്. അപ്പോൾ അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തരത്തിൽ ഇങ്ങനെ ഒരു ഗുസ്തി മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 450-ൽ പരം റെസ്ലേഴ്സും 50 ഒഫീഷ്യൽസും അടങ്ങുന്ന
ഒരു മഹാമത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ വന്നത് ഒളിമ്പ്യൻ പത്മശ്രീ സുശീൽ കുമാറാണ്. സുശീൽ കുമാർ ഇവിടെ വന്നത് നമ്മുടെ കണ്ണൂരിനും അതിലുപരി നമ്മുടെ കേരളത്തിനും മൊത്തമായിട്ട് എല്ലാവരും വളരെ ആവേശഭരിതമായിട്ടാണ് ഉള്ളത്. ഇനി അങ്ങോട്ടുള്ള നാഷണൽ ഗെയിംസ് വരെയുള്ള കാലഘട്ടം ഇവിടെ ഒരു ഗുസ്തിയുടെ ഒരു ഉത്സവമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെല്ലാവരും ചെറുപ്പം മുതലെയുള്ള കൂട്ടുകാരാണ്. സ്പെഷ്യലി എല്ലാവരും ഗുസ്തിക്കാരാണ്. പല സ്പോർട്ടിലും വിവിധ സ്പോർട്ടിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ കൂടി രൂപീകരിച്ചതാണ് കണ്ണൂർ സ്പോർട്ടിംഗ് ക്ലബ് എന്ന ക്ലബ്ബ്. അതിലൂടെ വരും തലമുറയെ, യങ്സ്റ്റേഴ്സിനെ സ്പെഷ്യലി ഈ സ്പോർട്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കൊച്ചുനാൾ മുതലുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നത്. അതിനായി ചർച്ച ചെയ്തപ്പോൾ കണ്ണൂർ സ്പോർട്ടിംഗ് ക്ലബ് എന്ന ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഷാഹിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തതിന് ശേഷം കണ്ണൂർ സ്പോർട്ടിംഗ് ക്ലബ് എന്ന ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ക്ലബിൻ്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിലെ, കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കൊച്ചുകുട്ടികളെ കൊച്ചുനാൾ മുതലേ അവരെ തിരഞ്ഞെടുത്ത് അവരുടെ 8 വയസ്സിൽ അവരെ കണ്ടെത്തി അവർക്ക് നല്ലൊരു കോച്ചിങ് ക്യാമ്പ് കൊടുക്കുക. കോച്ചിങ് ക്യാമ്പ് കൊടുത്ത് ഒരു 12-15 വയസ്സിനിടയിൽ അവരുടെ ശരീരഭാഷ മനസ്സിലാക്കി ഏത് സ്പോർട്സിനാണ് അനുയോജ്യമായതെന്നാൽ ആ സ്പോർട്സിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മുടെ ഈ കൂട്ടായ്മയായ കണ്ണൂർ സ്പോർട്ടിംഗ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമുക്ക് താരങ്ങളെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഗുസ്തിയുടെ പാത, നോർത്ത് ഇന്ത്യൻ ഗുസ്തിയൻ രീതി പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. സുശീൽ കുമാർ ഇവിടെ കണ്ണൂരിൽ വന്ന് നാഷണൽ ഗെയിംസിലേക്ക് പോകുന്ന ഈ കാലയളവിൽ കേരളത്തിലെ കായിക താരങ്ങൾക്ക് വളരെ പ്രചോദനമാണ് തന്നത്. അതിലുമുപരി അദ്ദേഹം തന്ന ചില നിർദ്ദേശങ്ങൾ കായിക പ്രേമികളിലും ഗവൺമെന്റിനോടാണ് അദ്ദേഹം ആ നിർദ്ദേശം വെച്ചത്. കേരളത്തിൽ ഇപ്പം കണ്ടുവരുന്നത് ഒരു സ്പോർട്സിലുള്ള ഒരാൾ എത്തിക്കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകുന്നതാണ് കണ്ടുവരുന്നത്. അതുകൂടാതെ ഒരു പ്രായം കഴിഞ്ഞാൽ സ്പോർട്സിൽ നിന്ന് പിന്മാറുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ഒഴിവാക്കുവാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അതായത് പോലീസിലും മറ്റു ഗവൺമെൻറ് ഏതര സ്ഥാപനങ്ങളിൽ ജോലി നൽകി അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് എടുക്കേണ്ട ചില തീരുമാനങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പോർട്സിലേക്ക് വരുവാൻ പുതിയ തലമുറയ്ക്ക് വളരെയധികം മോട്ടിവേഷൻ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ്. ആ നിർദ്ദേശത്തോട് വളരെയധികം യോജിക്കുന്നു. അത് നടപ്പിലാക്കുവാൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ സംസ്ഥാന ഗുസ്തി മത്സരത്തിൽ വന്ന കായിക താരങ്ങൾക്ക് ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള താമസ സൗകര്യമാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. സാധാരണ സംസ്ഥാന ഗുസ്തി മത്സരത്തിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ ബെഞ്ചിലും അങ്ങനെ മറ്റ് ഇടത്താണ് സാധാരണ കിടത്താറുള്ളത്. പക്ഷേ ഞങ്ങൾ സംഘാടകർ വളരെ നല്ല രീതിയിലാണ് താമസ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുള്ളത്. സാധാരണ ഒരു നാഷണൽ ലെവൽ കാറ്റഗറി ഉള്ള താമസ ലെവലാണ് ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എല്ലാ കുട്ടികളായിട്ടും അന്വേഷിച്ചു. അത് കുട്ടികൾ വളരെയധികം സന്തോഷകരമാണ്. ഈ വേദി രാജരത്ന നഗറാക്കാൻ റിത്താട്ടൻ തന്ന പ്രചോദനമായിരുന്നു നമുക്ക് ഗുസ്തിക്കൊരു ഊർജ്ജമായി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സത്യാറിൻ്റെ ഓർമ്മകളും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. ചാമ്പ്യൻസിന് രാജരത്ന മെമ്മോറിയൽ ട്രോഫിയും, റണ്ണേഴ്സ് അപ്പിന് ലുപ്ന ഷാ മെമ്മോറിയൽ ട്രോഫിയും, ഗ്രീക്കോ റോമന് പടിഞ്ഞാറേക്കണ്ടി സുനിൽ മെമ്മോറിയൽ ട്രോഫിയും, റണ്ണേഴ്സിന് ചന്ദ്രൻ ഗുരുക്കൾ മെമ്മോറിയൽ ട്രോഫിയും, കറാട്ടെ ചന്ദ്രൻ ഗുരുക്കൾ മെമ്മോറിയൽ ട്രോഫിയും, വനിതാ ഗുസ്തിക്ക് സത്യാനന്ദ മെമ്മോറിയൽ ട്രോഫിയും. സംസ്ഥാന ഗുസ്തി മത്സരം കണ്ണൂരിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഞങ്ങളുടെ മനസ്സിൽ കടന്നു വന്നത്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദേശീയ താരങ്ങളാണ്. മുൻ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത താരങ്ങളാണ്. ആ ഒരു ഫെസിലിറ്റി തന്നെ നമുക്ക് മാറ്റ് അറേഞ്ച്മെൻറ്റും അക്കോമഡേഷൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള എല്ലാ രീതിയിലും ഒരു ദേശീയ നിലവാരത്തിലുള്ള ഒരു ഗുസ്തി അറേഞ്ച്മെൻറ്റ് നമ്മുടെ ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് വേണ്ടി അറേഞ്ച് ചെയ്യാൻ പറ്റി. ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ വൻ വിജയമായി ഞാൻ കരുതുന്നു. ഇനി വരും കാലഘട്ടങ്ങളിലും സംസ്ഥാന മത്സരങ്ങൾ ഇതിൽ ഉപരിയായും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
2 minutes 50 seconds. Only 10 seconds remaining. 7 seconds. 5 seconds. 4 seconds. 2 seconds. Time. 0-4. 40. That is 2 points. Blue is 4 points. 2-8 is 2-8. 2 minutes 3 seconds. Remaining only 57 seconds. എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ശാലിനിയെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ LNCP ക്യാമ്പസിലെ സായിയുടെ റെഗുലർ ട്രെയിനിയാണ്. നാഷണൽ അണ്ടർ 20 വയസ്സിന് താഴെ ഉള്ള മത്സരത്തിൽ ബ്രോൺസ് മെഡലും കരസ്ഥമാക്കിയ ശാലിനിയാണ്. ഞാൻ 4 വർഷമായിട്ട് സായിൽ ട്രെയിനിയാണ്. കേരളത്തിൻ്റെ ഗുസ്തി ട്രെയിനിങ് സെൻറ്റർ കുറവാണ്. പെൺകുട്ടികൾക്ക് ദേശീയ തലത്തിൽ മെഡൽ വരാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി ട്രെയിനിങ് സെൻറ്റർ ആവശ്യമുണ്ട്. അവർക്ക് കോമ്പറ്റീഷൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞ കോമ്പറ്റീഷൻ എക്സ്പോഷ്യർ ആവശ്യമുണ്ട്. Second Kerala State Senior Men and Women Wrestling Championship, Female 48 kg, Raji M. Kottayam vs. Harida K. Pathanamthitta. Ready the winner. Congratulations. Come on. And George. Match referee and officials are Mr. V.N. Prasood, Trevi, Giridhar, M. Ravindran, Anil Vasan. ഒരു കാലത്ത് ഗുസ്തിക്കും ഗുസ്തിക്കാർക്കും പേരുകേട്ട നാടായിരുന്നു കണ്ണൂർ. കണ്ണൂരിന്റെ പോയകാല പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ശ്രമഫലമായാണ് ഈ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ എത്തിയത്. ഒക്ടോബർ 21 മുതൽ 23 വരെ കണ്ണൂർ കളക്ടറേറ്റ് ഗ്രൗണ്ടിൽ നടന്ന 62ാമത് സംസ്ഥാന സീനിയർ ഗ്രീക്കോ റോമൻ ഫ്രീ സ്റ്റൈൽ പുരുഷ വിഭാഗത്തിലും 17ാമത് സംസ്ഥാന സീനിയർ വനിതകളുടെ വിഭാഗത്തിലും ഗുസ്തി മത്സരങ്ങൾ ഗുസ്തി താരങ്ങൾ 14 ജില്ലയിൽ നിന്നുമായി ആ മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗ്രീക്കോ റോമനിലും ഫ്രീ സ്റ്റൈലുമായിട്ട് നടന്ന ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ വർഷത്തെ വിന്നേഴ്സായ കാസർഗോഡിനെ തോൽപ്പിച്ച് തൃശ്ശൂർ ജില്ല ആധിപത്യം നിലനിർത്തി. ഫ്രീ സ്റ്റൈലിലും ഗ്രീക്കോ റോമനിലും തൃശ്ശൂർ ജില്ലയാണ് സംസ്ഥാന ചാമ്പ്യന്മാരായത്. കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പായ തൃശ്ശൂർ ജില്ല
വളരെ ആവേശകരമായ മത്സരമാണ് നടത്തിയത്. 29 പോയിൻ്റ് നേടി ഫ്രീ സ്റ്റൈലിലും 22 പോയിൻ്റ് നേടി ഗ്രീക്കോ റോമനിലും സംസ്ഥാന ചാമ്പ്യന്മാരായി. ആതിഥേയരായ കണ്ണൂർ ജില്ലയ്ക്ക് ഫ്രീ സ്റ്റൈലിൽ 2ാം സ്ഥാനവും ഗ്രീക്കോ റോമനിൽ 2ാം സ്ഥാനം ആലപ്പി ജില്ലയുമാണ് കരസ്ഥമാക്കിയത്. പെൺകുട്ടികളുടെ വനിതാ വിഭാഗത്തിൽ സംസ്ഥാന ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം ജില്ലയാണ്, 30 പോയിന്റ്. 2ാം സ്ഥാനം കോട്ടയം ജില്ല, 19 പോയിന്റ്. വിജയികൾക്ക് കണ്ണൂർ MP ശ്രീമതി ടീച്ചർ സമ്മാന വിതരണം നടത്തി. കണ്ണൂരിലെ ഒരു കായികോത്സവം ഇവിടെ യഥാർത്ഥത്തിൽ നൽകുകയുണ്ടായി. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിയിട്ടുള്ള റെസ്ലിംഗ് രംഗത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ള അത്യാവേശകരമായ, എന്നോട് വിനീഷും അതുപോലെ പ്രകാശിയും നമ്മുടെ ചെയർമാൻ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചു. അവരത് വീണ്ടും വീണ്ടും അവർക്ക് കിട്ടിയിട്ടുള്ള ഈ നേട്ടം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് കഴിയട്ടെ. ഒപ്പം ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും ഞാൻ പ്രത്യേകം അനുമോദനവും അഭിനന്ദനവും നേരുന്നു. അവർക്കെല്ലാം ഉയർച്ചയും നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധികളായിട്ട് അന്തർദേശീയ തലത്തിൽ കളിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അവരെ അനുഗ്രഹിച്ചുകൊണ്ടും ഇനിയും ഇനിയും കണ്ണൂരിന് ഇത്തരത്തിലുള്ള മത്സരം പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തുണ്ടെങ്കിൽ കണ്ണൂർ തന്നെ ചാമ്പ്യൻ ആയിരിക്കണം. ഞാൻ എല്ലാ ദിവസവും പറഞ്ഞ് ഇവിടെ കാണാം. പിന്നെ ഇപ്പോൾ നാഷണൽ ഗെയിം സംബന്ധിച്ച് ദേശീയ ഗെയിം സംബന്ധിച്ച് ഇന്ത്യയുടെ സ്റ്റേഡിയം വരുന്നുണ്ട്. എല്ലാ സൗകര്യവും ഉണ്ടാവും. നാട്ടിൽ ബാക്കി ഫെഡറേഷൻ കാർഡുടെ അത് പറയുന്നുണ്ടെങ്കിൽ അടുത്ത മത്സരം കണ്ണൂർ തന്നെ വിജയിക്കണം. Bronze medal goes to Hansu K. Asia, Yernakulam. The champion, National Memorial Trophy, Thiruvananthapuram. പുരുഷ വിഭാഗത്തിൽ തൃശൂരും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരവുമായിരുന്നു ചാമ്പ്യന്മാർ. ഒടുവിൽ ആരവങ്ങൾ ഒഴിഞ്ഞപ്പോൾ അവസാന മത്സരവും സമാപിച്ചപ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചും കപ്പ് ഉയർത്തിപ്പിടിച്ചും താരങ്ങൾ ആർപ്പുവിളിച്ചു. കണ്ണൂരിന്റെ ആതിഥേയ മര്യാദയ്ക്ക് അവർ നന്ദി പറഞ്ഞു. അവരൊരുക്കിയ ദൃശ്യവിരുന്നിന് കണ്ണൂർ ജില്ലയും കരഘോഷത്തോടെ നന്ദി പറഞ്ഞു.